സ്ട്രേറ്റ് ലൈനിന്റെ ബാലൻസ് അകത്ത് റെഡി അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. വെരി ഗുഡ് വെരി ഗുഡ്. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 1.4 2.4 വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ ഈ പ്രോബ്ലംസ് ചെയ്യുന്ന ഇടയിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ ഇപ്പോൾ നമുക്കൊരു ഹെഡിങ് എഴുതിയിട്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പൊ എഴുതിക്കോളൂ, എല്ലാവരും ഹെഡിങ് എഴുതിക്കോളൂ. തയ്യാറല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഹെഡിങ് എഴുതാൻ റെഡി അല്ലേ മക്കളെ? യെസ്. അപ്പൊ ഉഷാറായിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഹെഡിങ് എഴുതാം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. നമുക്ക് രണ്ട് തരത്തിലുള്ള സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം പഠിക്കണം. വൈയിലൂടെയും എക്സിലൂടെയും കട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ട് ഡിഫറെന്റ് ഫോർമുലാസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഫിഗർ ഒന്ന് വരച്ചു. കേസ് 1 എന്ന് എഴുതാം. കേസ് 1. രണ്ട് കേസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. x dash x y y dash. സ്ലോപ്പ് m equal to m. y ആക്സിസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. 0 c. ഇത് ഒറിജിൻ ആണ്. നമുക്ക് നല്ല നിശ്ചയമുള്ള ആളുകളാണ്. ഒറിജിൻ ആണ്. ലൈൻ നമ്മൾ പേരിട്ടു. ലൈന് L എന്ന് നമ്മൾ പേരിട്ടു. ഈ ഫിഗർ ഒന്ന് വരയ്ക്കട്ടെ. എല്ലാവരും ഈ ഫിഗർ ഒന്ന് വരയ്ക്കാം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം കേസ് 1. ലൈൻ പാസ് ചെയ്യാണ്. സ്ലോപ്പ് ഈക്വൽ ടു m. 0 c എന്നുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഒറിജിൻ 0 0. വരച്ചോ മക്കളെ? ഗ്രാഫ് വരച്ചോ? റോസിയോ? വരച്ചു. വിഷ്ണുപ്രിയ റെഡി അല്ലേ മോളെ? വിഷ്ണുപ്രിയ വരച്ചു കഴിഞ്ഞില്ലേ? എഴുതിക്കോളൂ. സപ്പോസ് എ ലൈൻ L with slope m. Suppose a line capital letter L with slope m cuts the y-axis at a distance c from the origin. Cuts the y-axis at a distance c from the origin. The distance c is called y-intercept of the line L. Y-intercept of the line L. Suppose a line capital letter L with the slope m cuts the y-axis at a distance c from the origin. The distance c is called the y-intercept of the line L. അപ്പോൾ നമുക്ക് അതിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ച് അത് നമുക്ക് ഭംഗിയാക്കാം. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y equal to mx plus c ആയിരിക്കും കേട്ടോ. y equal to mx plus c ആയിരിക്കും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് കട്ട് ചെയ്യുന്നത് y ആക്സിസിലൂടെയാണ്. അപ്പോ ഇക്വേഷൻ എന്ന് പറയുന്നത് y equal to mx plus c. ഇനി സ്വാഭാവികമായിട്ട് നമുക്ക് കേസ് 2 എന്താണെന്ന് അറിയാം. x ആക്സിസിലൂടെ അത് കട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇക്വേഷൻ കിട്ടുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കേസ് 2. അപ്പൊ y equal to mx plus c എന്നുള്ള ഫോർമുല ഒരു 3 ടൈംസ് സൈഡിൽ എഴുതി പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. കേസ് 2 എന്ന് എഴുതാം. കേസ് 2. Suppose a line capital letter L. Case 2. Suppose a line capital letter L with the slope m makes x-intercept D, small letter d, then equation of L is y equal to m into x minus d. Y equal to m into x minus d.
ഇത് എക്സ് ആക്സിസിലൂടെ കട്ട് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ ആണ് y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ഡി. ഇനി y ആക്സിസിലൂടെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ പഠിച്ചേക്കണേ? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോർമുലയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? നോക്കൂ, y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണ് സർ. മറ്റു കുട്ടികളൊന്ന് പറഞ്ഞേ ഓക്കെ അല്ലേ? Yes, sir. Okay, sir. Yes, yes. Abarna, you, Abarna. Abarna, ഫോർമുലാസ് രണ്ടും 3 പ്രാവശ്യം എഴുതി പഠിക്കണം കേട്ടോ മോളെ. അപ്പോ ഒരിക്കൽ കൂടി ഫോർമുല പറഞ്ഞ് പ്രോബ്ലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Cuts the y-axis. Your formula is y equal to mx plus c. Cuts the x-axis. Your formula is y equal to m into x minus d എന്നുള്ള രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് എഴുതാം പ്രോബ്ലംസ് എഴുതാട്ടോ. പ്രോബ്ലംസിലേക്ക് കടക്കാം. എഴുതിക്കോളൂ. Write the equation of the lines. Write the equation of the lines for which tan theta equal to 1 by 2. For which tan theta equal to 1 by 2. For which tan theta equal to 1 by 2. Where theta is the inclination of the line. Where theta is the inclination of the line. Where theta is the inclination of the line, and number one, y-intercept is negative 3 by 2. Y-intercept is negative 3 by 2. Number two, y-intercept is negative 3 by 2. Number two, x-intercept is 4. X-intercept is 4. X-intercept is 4. എഴുതി കഴിഞ്ഞോ മക്കളെ? എഴുതിയോ? യെസ് സാർ, എഴുതി കഴിഞ്ഞു. യെസ്, വെരി ഗുഡ്. ഒന്ന് രണ്ട് പേരും കൂടി ഒന്ന് റിയാക്ട് ചെയ്യാമോ? അപ്പൊ എനിക്കൊരു സന്തോഷം ഉണ്ടാവും. യെസ് സാർ, എഴുതി കഴിഞ്ഞു. പറഞ്ഞോളൂ കേട്ടോ മക്കൾ, പറഞ്ഞോളൂ. കാരണം ഓരോരുത്തരും പേരെടുത്ത സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ്. എല്ലാവരും ഉഷാറായിട്ട് റെസ്പോൺസ് ചെയ്യാം കേട്ടോ. അപ്പോ y-intercept -3/2 എന്നും x-intercept 4 എന്നുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം. എഴുതിക്കോളൂ മക്കളെ. അപ്പൊ എഴുതിക്കോളൂ. അതിന്റെ ആൻസറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പൊ ഒന്നാമത്തെ ആൻസറിലേക്ക് നമുക്ക് പോവാം. നമ്പർ 1, യുവർ ആൻസർ ഈസ് നമ്പർ 1 y-intercept എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എഴുതാം. ഇക്വേഷൻ എന്തായിരിക്കും? y equal to mx plus c എന്നാണ് അല്ലെ? ഇക്വേഷൻ ഈസ് y equal to mx plus c. y equal to m എന്ന് പറഞ്ഞാൽ നമുക്കറിയാം m equal to tan theta ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ m equal to 1 by 2. 1 by 2 into x plus c. c is given. y-intercept is given -3/2. 1 by 2 x minus 3/2. y equal to x minus 3/2 എന്ന് എഴുതി. ഡിനോമിനേറ്റർ സെയിം ആണ്. ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഈ 2 ഇങ്ങോട്ട് കയറി വരുന്നു. 2y equal to x minus 3 becomes 2y minus x plus 3 equal to 0, which is the required equation. ഇതിനകത്ത് x ആദ്യം എഴുതണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അപ്പോൾ 2y minus x plus 3 equal to 0, which is the required equation. Clear അല്ലേ മക്കളെ? Okay ആണ് സർ. Yes, sir. ക്ലിയർ ആണ്. Okay. ക്ലിയർ ആണ് സാർ. Okay, very good. Yes, which is the required equation. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഫോർമുല ആദ്യം എന്താണ്? ഫോർമുല എന്തായിരിക്കും? നമ്പർ 2 ഫോർമുല is y equal to m into x minus d. y equal to m into x minus d. Here is y equal to m എന്ന് പറഞ്ഞാൽ 1 by 2 ആണ്. x minus d is given. d equal to 4 എന്നാണ് കിട്ടുക. d equal to 4. Your equation is y equal to m into x minus d. y equal to m equal to 1 by 2. It is given that d equal to 4. Then your final answer is just cross multiplication. 2y equal to x minus 4. 2y equal to
x minus 4, then your final answer is 2y minus x plus 4 equal to 0, which is the required equation of the line. Which is the required equation? Which is the required equation? Is it clear? Clear, Yes, sir. Yes, sir. yes, sir. Yes. അപ്പോൾ എഴുതിയെടുക്കുക കേട്ടോ. രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് y equal to mx plus c എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നു. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നു y equal to m into x minus d എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നു. ക്ലിയർ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. മാച്ചോട്ടെ മക്കളെ, മാച്ചോട്ടെ. Yes, sir. Yes, sir. ഓക്കെ, എല്ലാവരും പറയണം കേട്ടോ. ഇന്റർസെപ്റ്റ് ഫോം കേട്ടോ. ഇന്റർസെപ്റ്റ് ഫോം ഹെഡിങ് എഴുതാം. ഇന്റർസെപ്റ്റ് ഫോം ഹെഡിങ് എഴുതാം. എന്നിട്ട് ഫിഗർ ഒന്ന് വരയ്ക്കണം. ഇന്റർസെപ്റ്റ് ഫോം ഹെഡിങ് എഴുതാം. എക്സ് വൈ, എക്സ് ഡാഷ് വൈ ഡാഷ്. ഇപ്പോ ഇത് ഒരു ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. ഇത് 0b എന്ന് മാർക്ക് ചെയ്തു. ഇത് A0 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു കേട്ടോ. A0 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് ലൈൻ L ആണ്. അപ്പോ ഒറിജിൻ ആണെങ്കിൽ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A ആയിരിക്കും. ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B ആയിരിക്കും. ഇന്റർസെപ്റ്റ് ഫോം ആണ് പറയുന്നത്. ഇവിടെ എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്നു. ആ പോയിന്റ് എന്ന് പറയുന്നത് A0യും ഇവിടെ എന്ത് വരുന്നു 0b എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ലൈനിന്റെ പേര് ക്യാപിറ്റൽ ലെറ്റർ L എന്നാണ് പറയുന്നത്. എഴുതിക്കോളൂ. സപ്പോസ് എ ലൈൻ capital letter L, suppose a line capital letter L makes y-intercept, makes x-intercept small letter a, makes x-intercept small letter a, and y-intercept small letter b, and y-intercept small letter b on the axis. Obviously, L, capital letter L, means x-axis. Obviously, capital letter L means x-axis at the point A0. X-axis at the point A0 and y-axis at the point 0b and y-axis at the point 0b. But 2.4 ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. x by a plus y by b equal to 1 എന്നാണ് കിട്ടാട്ടോ. 2.4 ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. അപ്പൊ നമുക്ക് 2.4 എടുത്ത് അതിന്റെ പ്രൂഫ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സമയ പരിമിതി മൂലവും നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്തത് കൊണ്ടും നമുക്ക് ജനറൽ ഫോർമുല പറയാണ്. ഇത് താല്പര്യമുള്ള കുട്ടികൾ NCERT ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 216 ഇതിന്റെ പ്രൂഫ് കിടക്കുന്നുണ്ട്. അത് നോക്കി ഒന്ന് പഠിച്ചാൽ മതി. 2.4 നമ്മൾ ആ ഫോർമുല ചുമ്മാ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോർമാറ്റിലേക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഇന്റർസെപ്റ്റ് ഫോം. x by a plus y by b equal to 1. x by a plus y by b equal to 1. എഴുതാം. x by a plus y by b equal to 1. അവിടെ എഴുതിക്കോളൂ. Thus, equation of a line making intercept A and B on x and y axis. ഇത് x intercept ആണ്. ഇങ്ങനെ എഴുതിയാൽ മതി. ഈ A എന്ന് പറയുന്നത് x intercept ആണെന്ന് മനസ്സിലാക്കാം. x intercept, B എന്ന് പറയുന്നത് y intercept ആണെന്ന് മനസ്സിലാക്കാം. അത്രയും മതി. അതിന്റെ ആവശ്യമുള്ളൂ. x by a plus y by b equal to 1 എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ് ഫോമില് A എന്ന് പറയുന്നത് x ഇന്റർസെപ്റ്റും B എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റുമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോ ഇപ്പോൾ ഇവിടെ 3 ഇക്വേഷൻ ആണ് പഠിച്ചത്. y equal to mx plus c, y equal to m into x minus b. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ആയിരുന്നു ഇന്റർസെപ്റ്റ് ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ
ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്നുള്ള ഫോർമുലയാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെയാണ് സർ. Yes, sir. Clear. ഓക്കെയാണ് സർ. ഓക്കെ, ഫോർമുല ഒന്ന് ഒരു 3 ടൈംസ് ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. എല്ലാവരും 3 ടൈംസ് എഴുതി, എല്ലാവരും 3 ടൈംസ് ഈ ഫോർമുല എഴുതി വെക്കൂ. ഓക്കെ മക്കളെ, എഴുതിയില്ലേ മക്കളെ? എഴുതിയില്ലേ? എല്ലാവരും എഴുതിയില്ലേ? എഴുതിയില്ലേ മക്കളെ? Yes, Yes, sir. sir. Yes, sir. Yes, എഴുതിക്കോളൂ, ഫോർമുല എഴുതിക്കോളൂ കേട്ടോ. Find the equation of the line. 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 Important question ആണ്, വളരെ important ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. Find the equation of the line which makes intercept -3 and find the equation of the line which makes intercept -3, which makes intercept -3 and 2. Find the equation of the line which makes intercept -3 and 2 on the x and y axis respectively. X and y axis respectively. X and y axis respectively. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് അറിയാം, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാം intercept form is x by a plus y by b equal to 1. Intercept form x by a plus y by b equal to 1. ഇവിടെ തന്നിരിക്കുന്ന വസ്തുതകൾ here a equal to -3 and b equal to 2. a equal to -3, b equal to 2 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതാം x by a, x by -3 plus y by 2 equal to 1 എന്ന് അല്ലേ? x by -3 plus y by 2 equal to 1 എന്ന് എഴുതി. ഇതിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ നോക്കാം. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ? -x/3 plus y by 2 equal to 1. ഈ 2 ഇങ്ങോട്ട് പോയി അല്ലെ? -2x plus 3y whole by 6 equal to 1. Whole by 6 equal to 1. 6 ഇങ്ങോട്ട് പോകുമ്പോൾ -2x plus 3y equal to 6. -2x plus 3y equal to 6. എങ്ങനെ ഭംഗിയാക്കാം? -2x plus 3y -2x plus 3y -6 equal to 0. ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഒക്കെ കിട്ടി. ഇനി ഒന്നും കൂടി ഭംഗിയാക്കാനായിട്ട് മൾട്ടിപ്ലൈഡ് ബൈ നെഗറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ 2x minus 3y plus 6 equal to 0, which is the required equation. Here is intercept form is x by a plus y by b equal to 1. It is given that a equal to -3, b equal to 2. Just a substitution. X by -3 plus y by 2 equal to 1 minus x by 3 plus y by 2 equal to 1. The cross ചെയ്തപ്പോൾ -2x plus 3y equal to 1. Here is 3 into 2 6. Just to cross -2x plus 3y equal to 6. -2x plus 3y -6 equal to 0. Multiplied by negative on both sides. 2x minus 3y plus 6 equal to 0 is the equation. Required equation. It's very important question. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലും ഇന്റർസെപ്റ്റ് ഫോം ഉണ്ട് എന്ന് ആണ് പറയുന്നത്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ കണ്ടീഷൻ ഫോർ പാരലിസം ആൻഡ് പെർപെൻഡിക്കുലാരിറ്റി ഓഫ് എ ലൈൻ ഇൻ ടേംസ് ഓഫ് ദെയർ സ്ലോപ്സ്, ഇന്റർസെപ്റ്റ് ഫോം ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ള നല്ല ഒരു ചോദ്യമാണ് ഇപ്പോ ബോർഡിൽ നിങ്ങൾ കാണുന്നത്. അപ്പോ ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? Yes sir, clear. അപ്പൊ പിടിച്ചോ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ശ്രദ്ധിക്കാം.
എഴുതിക്കോളൂ കേട്ടോ. ഇന്റർസെപ്റ്റ് ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം എഴുതിക്കോളൂ. അപ്പൊ എഴുതിക്കോളൂ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് എഴുതാം കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. Find the equation of a line. 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 Find the equation of a line that cuts off, or f, that cuts off equal intercepts on the coordinate axis, on the coordinate axis and passes through the point 2, 3 and passes through the point 2, 3. It's very important question. Shraddhikam. Once again, find the equation of a line that cuts off equal intercepts. Please underline cuts off equal intercepts. Equal intercepts. വളരെ വേണ്ടപ്പെട്ട ഒരു പോയിന്റ് ആണ്. Equal intercepts. Underline അങ്ങ് ചെയ്തേക്കാം. Equal intercepts on the coordinate axis and passes through the point 2, 3 എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോവാം. ആൻസർ അഹമ്മദ് യാസിൻ. Yes, sir. Yes. ഞാൻ പറയുമ്പോ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞാൽ മതി. ആ ഇന്റർസെപ്റ്റ് ഫോം ഒന്ന് പറഞ്ഞപ്പോ X by A plus Y by B equal to 1. Y by B equal to 1 എന്നാണ് പറയുന്നത്. ഇവിടെ ഈക്വൽ ഇന്റർസെപ്റ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ മക്കളെ? ഈക്വൽ ഇന്റർസെപ്റ്റ്സ് എന്ന് പറയുമ്പോ നമുക്ക് അത് എങ്ങനെ എഴുതാനായിട്ട് സാധ്യമാകും? ഈക്വൽ ഇന്റർസെപ്റ്റ്സ് എന്ന് പറയുമ്പോ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി. വൈ ബൈ ബിക്ക് പകരം എന്ത് വരും? ഈക്വൽ ഇന്റർസെപ്റ്റ്. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ എ ഈക്വൽ ടു 1 എന്ന്. എക്സ് ബൈ എ എഴുതിക്കോളൂ. ആൻസർ ആയിട്ട് എഴുതാൻ നിങ്ങൾ let equal intercepts on the let equal intercepts on the coordinate axis BA. Coordinate axis B, small letter A, and the line passes through the point 2, 3. അപ്പൊ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ എ ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ എ ഈക്വൽ ടു 1, ഇക്വേഷൻ നമ്പർ 1. The line passes through the point 2, 3 എന്നാ പറഞ്ഞത്. Passes through the point 2, 3 എന്ന് പറയുമ്പോ എന്തായിരിക്കും ആവണി അതിൽ വരിക? Passes through the point 2, 3. ആവണി ടി എ x y 2, 3 കൊടുക്കുക. Yes, very good. Appo the line 1 passes through the point 2, 3. Passes through the point 2, 3 എന്ന് പറയുമ്പോ passes through the point 2, 3 എന്ന് പറയുമ്പോ നയന ശ്രദ്ധിക്കാട്ടോ. നയന ഗൗരി കൃഷ്ണ, എക്സിന്റെ അവിടെ 2 വരുന്നു. 2 by a plus 3 by a equal to 1 അല്ലെ? passes through എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പ്രത്യേകം നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവണം, ഏതൊരു ഇക്വേഷനിൽ പാസസ് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താണോ ഓർഡേഡ് പെയർ, ആദ്യം കാണുന്നിടത്ത് എക്സിന്റെ ആൾക്കാരെയും രണ്ടാമത് വരുന്നിടത്ത് വൈയുടെ ആൾക്കാരെയും നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ നമുക്ക് ഇവിടെ ഭംഗിയായി എയുടെ ഉത്തരം നമുക്ക് കിട്ടും അല്ലെ? 2 by a plus 3 by a equal to 1. ഡിനോമിനേറ്റർ അങ്ങനെ സെയിം ആണ്. 2 plus 3 by a equal to 1. ഈ a അങ്ങനെ ക്രോസ് ആയി അല്ലെ? അപ്പൊ 5 equal to a എന്നാണ് കിട്ടിയത്. എയുടെ ആൻസർ 5 എന്ന് കിട്ടി. അപ്പൊ ഈ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണെന്ന് നോക്കൂ. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a equal to 5. In equation number 1, x by 5 plus y by 5 equal to 1. X plus y by 5 equal to 1. X plus y equal to 5. X plus y equal to 5. Which is the required equation? Which is the required equation? Which is the required equation? Clear? Clear answer. Yes, sir. Yes, very good, very good.
അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നവ്യ കെ ബി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ റെഡി അല്ലേ നവ്യ? സർ റെഡിയാണ്. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങളെല്ലാം പഠിക്കണം. നമ്മളെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ഫോക്കസ് ഏരിയ മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, എല്ലാ ടോപ്പിക്കും എടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇതിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം. ഓക്കെ സർ ഈവനിങ് ക്ലാസ് ഉണ്ടാവൂലേ? എന്താ മോളെ ചോദ്യം മനസ്സിലായില്ല? ഈവനിങ് ക്ലാസ് 7 PM to 8 PM. ഉണ്ടാവുമല്ലോ. നാളെ മുതൽ ഉണ്ടാവും. നാളെ മാത്തമാറ്റിക്സ് ആണ്, നാളെ ഉണ്ട് ഈവനിങ് ക്ലാസ്. എല്ലാ ദിവസവും ഉണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്റെ കയ്യില് അതിന്റെ ഈവനിങ് ക്ലാസ് ഇന്ന് ലോങ് ടൈമിന്റെ ക്ലാസ്, എൻട്രൻസ് ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈവനിങ് ക്ലാസ് ഇല്ലാത്തത്. വെനസ്ഡേ നാളെ മാത്തമാറ്റിക്സ് ഉണ്ട്, പിന്നെ ഫ്രൈഡേ ഉണ്ട്, ക്ലാസ്സുകളുണ്ട്. ഈവനിങ് ക്ലാസ് ഉണ്ടാവും. 7 to 9 ഉണ്ടാവും കേട്ടോ. യു ഡോണ്ട് വറി. ഓക്കെ, ഈവനിങ് ക്ലാസ് എക്സാം കഴിയുന്നവരെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എക്സാമിനേഷൻ വരെ, ഫസ്റ്റ് ഇയർ. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. ഇത് ഒരുപാട് തവണ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് നിരവധി തവണ ചോദിച്ച മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എഴുതി. Find the equation of the line passing through the point. Find the equation of the line passing through the point. Find the equation of the line passing through the point 2, 2. Passing through the point 2, 2. Passing through the point 2, 2. And cutting off intercepts. And cutting off OF. And cutting off intercepts on the axis. On the axis. Intercepts on the axis whose sum is 9. Whose sum is 9. Whose sum is 9. Once again, Shradhikam. Find the equation of the line passing through the point 2, 2 and cutting off intercepts on the axis whose sum is 9 എന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ട ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത്, ആ ഇന്റർസെപ്റ്റ് ഫോം എന്താണ്? ഗൗരി കൃഷ്ണ, ഗൗരി കൃഷ്ണ, ആസിഫ് അലി, രോഹിത് കൃഷ്ണ, ക്രിസ്റ്റി, റോസിയോ തോമസ്, റോസിയോ, എന്താണ് ഇന്റർസെപ്റ്റ് ഫോം? x/a plus y/b equal to 1. Okay, very good. x/a plus y/b equal to 1 എന്നാണ് ഇന്റർസെപ്റ്റ് ഫോം പറയുന്നത്. അപ്പൊ എഴുതാം. അപ്പൊ എഴുതിക്കോളൂ. ഇന്റർസെപ്റ്റ് ഫോം ഈസ് x/a plus y/b equal to 1. x/a plus y/b equal to 1. Since the line passes through the point 2, 2. Since the line passes through the point 2, 2. Since the line passes through the point 2, 2/a plus 2/b equal to 1. 2/a plus 2/b equal to 1. Since the line passes through the point 2, 2/a plus 2/b equal to 1. വീട്ടില് വൈഫൈ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഓൺ ആക്കാം. അല്ലാത്ത ഡാറ്റ പ്രോബ്ലം ഉള്ള കുട്ടികളെ ഞാനൊന്നും പറയുന്നില്ല. അല്ലാത്ത കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഓൺ ആക്കാം കേട്ടോ. 2/a plus 2/b equal to 1 എന്ന് പറയുന്നു. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഇക്വേഷൻ നമ്പർ 1. ഇനി വളരെ വേണ്ടപ്പെട്ട ഒരു സംഭവം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ ആ ലാസ്റ്റ് ലൈൻ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കാം. പൂജ സുരേഷ്, പൂജ, then വിഷ്ണുപ്രിയ. Yes, sir. ലാസ്റ്റ് ലൈൻ എന്തായിരിക്കും നോക്കൂ. ലാസ്റ്റ് ലൈൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കട്ടിംഗ് ഓഫ് ഇന്റർസെപ്റ്റ്സ് ഓൺ ദ ആക്സിസ് ടു സം ഈസ് 9 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും മോളെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വിഷ്ണുപ്രിയ, Yes, sir. എന്തായിരിക്കും ആ പ്രോബ്ലത്തില് അവിടെ അവർ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം? സം എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും മോളെ എഴുതാൻ പറ്റുക? ഒന്ന് പറയാമോ? എങ്ങനെയായിരിക്കും എഴുതാൻ പറ്റുക? ഓക്കെ, ഒന്നും കൂടി ആലോചിച്ചോളൂ. ഹരിശങ്കർ എസ് നായർ, നീരജ്,
Sir, A plus B equal to 9. Yes, very good, very good. It is given that it is given that A plus B equal to 9. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. To sum is 9 എന്ന് പറയുന്നു. It is given that A plus B equal to 9. A plus B equal to 9 ആണെങ്കിൽ A എന്ന് പറയുന്നത് 9 minus B ആണ്. A equal to 9 minus B. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് എഴുതാം put A equal to 9 minus B in equation number 1. Put A equal to 9 minus B in equation number 1. Put A equal to 9 minus B in equation number 1. A equal to 9 minus B. 2 divided by 9 minus B. 2 divided by 9 minus B plus 2 by B equal to 1. 2 divided by 9 minus B plus 2 divided by B equal to 1 എന്ന് കിട്ടി. അതൊന്ന് സോൾവ് ചെയ്ത് നമുക്ക് ബിയുടെ ആൻസർ കണ്ടുപിടിക്കാം. അതൊന്ന് സോൾവ് ചെയ്ത് ബിയുടെ ആൻസറിലേക്ക് മാറ്റാം. വേഗത്തിൽ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. 2 divided by 9 minus B plus 2 by B equal to 1. ഒന്ന് സോൾവ് ചെയ്തേ, വേഗത്തിൽ ഒന്ന് സോൾവ് ചെയ്തേ. എല്ലാവരും സോൾവ് ചെയ്യാം. എന്താ കിട്ടിയെന്ന് നോക്കൂ. സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാ സോൾവ് ചെയ്യാ? ഈ ബി ഇങ്ങോട്ട് ക്രോസ് ആയി, ഇത് ഇങ്ങോട്ട് ക്രോസ് ആയി അല്ലേ. 2b plus 2 into 9 minus b divided by b into 9 minus b equal to 1. 2b plus 2 into 9 minus b divided by b into 9 minus b equal to 1. They have ഇങ്ങോട്ട് ക്രോസ് ആവും. But 2b plus 2 into 9 18 minus 2b equal to 9b minus b square. 9b minus b square. 9b minus b square. അപ്പൊ എന്താകും? ഈ 2b ഈ 2b ഒക്കെ കട്ടായി പോയി. മൈനസ് ബി സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ ബി സ്ക്വയർ മൈനസ് 9b പ്ലസ് 18 ഈക്വൽ ടു 0. അപ്പൊ നമുക്കിനി ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് രണ്ട് മാർഗമാണ് ഇനി നമ്മളുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സ് കാണാനുള്ള ഫോർമുലയൊക്കെ പഠിച്ച ആളുകളാണ് നിങ്ങൾ. ഇവിടെ ബി ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2 ഉപയോഗിക്കാം. നമുക്ക് ഫാക്ടറൈസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 18 അഡീഷൻ ചെയ്താൽ -9. അപ്പൊ കിട്ടുന്നത് ബി മൈനസ് 6ഉം ബി മൈനസ് 3യുമാണ് ഈക്വൽ ടു 0. ബി മൈനസ് 6 ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 6 എന്ന് കിട്ടി. ബി ഈക്വൽ ടു 6 എന്നാണ് കിട്ടുക. ഇനി ഇവിടെ ബി മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ബി ഈക്വൽ ടു 3 എന്നാണ് കിട്ടുക. അതായത് മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് 18 മൈനസ് 6 ഇൻറ്റു മൈനസ് 3 നോക്കാം. നിങ്ങൾക്ക് മൈനസ് 6 ഇൻറ്റു മൈനസ് 3 18 ആണ്. മൈനസ് 6 പ്ലസ് മൈനസ് 3 മൈനസ് 9 ആണ് അല്ലെ അഡീഷൻ. അപ്പൊ we have to select minus 6 and minus 3. The factor is b minus 6 into b minus 3 equal to 0, b minus 6 equal to 0, b equal to 6, b minus 3 equal to 0, b equal to 3 എന്നാണ് കിട്ടുക. ക്ലിയർ അല്ലേ മക്കളെ? ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാർ. മറ്റു കുട്ടികൾ സാർ ഓക്കെ ആണ് സാർ. മറ്റു കുട്ടികൾക്ക് പറയാം. ഓക്കെ ആണ് സാർ. Okay, sir. ഓക്കെ, സന ഫാത്തിമ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സന ഓക്കെ. സന മോളുണ്ട്, ആദിൽ കൃഷ്ണ, ഒത്തിരി പേരുണ്ട്. കുറച്ച് കുട്ടികൾ മാത്രമേ റെസ്പോൺസ് ചെയ്യുന്നുള്ളൂ എല്ലാ ക്ലാസ്സിലും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ബി ഈക്വൽ ടു 6, ബി ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് ഒന്ന് കൊടുക്കാം. കാരണം ഇവിടെ രണ്ട് ആൻസർ വരും. കാരണം എന്താണ്? ബിക്ക് രണ്ട് ഉത്തരമാണ് നമുക്ക് ഇവിടെ ലഭ്യമായിരിക്കുന്നത്. അപ്പൊ എഴുതാം b equal to 6 in equation number 2. b equal to 6 in equation number 2. b equal to 6 in equation number 2. Equation number 2 പറയുന്നത് a equal to 9 minus b ആണ്. a equal to 9 minus b. a equal to 9 minus 6. a equal to 3 എന്ന് കിട്ടി.
A equal to 3, B equal to 6. Put B equal to 3 in equation number 2. Again, A equal to B equal to 3 കൊടുത്തപ്പോൾ A equal to 9 minus 3 6. 9 minus 3 6 എന്ന് കിട്ടി. A equal to 6 എന്ന് കിട്ടി. അപ്പോൾ the equation of lines are thus equation of lines are x by a plus y by b equal to 1 ലേക്ക് കൊടുക്കുമ്പോൾ thus equation of lines are x by a plus y by b equal to 1 എന്നുള്ള ഫോർമാറ്റിലേക്ക് ആദ്യം കൊടുക്കുമ്പോൾ x by ഇവിടെ 3 6 എന്നാണ് പറയുന്നത് അല്ലേ 3 6 അല്ലേ a equal to 3 b equal to 6 എന്നാണ് എഴുതുന്നത് a equal to 3 b equal to 6 a equal to 3 x by 3 plus y by 6 equal to 1 cross 6x plus 3y by 18 ആണ് by 18 equal to 18 എന്ന് കിട്ടി 6x plus 3y equal to 18 അതിനെ നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 3 എടുക്കുകയാണെങ്കിൽ 2x plus y equal to 6 2x plus y equal to 6 അവിടെ നമ്മൾ 3 കൊണ്ട് ഡിവിഷൻ ചെയ്തപ്പോൾ 2x plus y equal to 6 എന്ന് കിട്ടി ഇനി അടുത്തത് എന്തായിരിക്കും അടുത്തത് a equal to 6 ആണ് അല്ലേ x by 6 plus y by 3 equal to 1 3x plus 6y equal to 18 വീണ്ടും 3 കൊണ്ട് ചെയ്യുമ്പോൾ x plus 2y equal to 6 ഇതാണ് നമ്മളിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇക്വേഷൻസ് x plus 2y equal to 6 2x plus y equal to 6 are the equation of lines are x plus 2y equal to 6 2x plus y equal to 6 clear അല്ലേ മക്കളെ Okay, sir. Clear answer. okay very good okay അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം find the equations of the line find the equation of the line which satisfy the given conditions find the equation of the line which satisfies the given conditions number 1 question number 1 intersecting the x-axis at a distance of 3 units to the left of origin please underline intersecting the x-axis at a distance of 3 units to the left of origin with the slope negative 2 ശ്രദ്ധിക്കാം അപ്പോൾ എന്താണ് ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് നവ്യ കെബി നവ്യ Sir. പറയൂ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്താണ് മോൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദ്യം മാത്രം ഒന്ന് വായിച്ചു നോക്കി എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം ഇന്റർസെക്റ്റിംഗ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഏത് ഫോർമുലയാണ് മോൾ ഉപയോഗിക്കുക ഇന്റർസെക്റ്റിംഗ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ പറഞ്ഞോ ഇന്റർസെക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏത് ഫോർമുല y equal to m into x minus d m into x minus d okay very good correct ആണ് പറഞ്ഞിരിക്കുന്നത് very good intersecting the x axis at a distance of 3 units to the left of origin എന്നാ പറഞ്ഞേക്കണേ 3 units to the left of origin എന്ന് പറയുമ്പോൾ x dash ലേക്ക് പോയി d equal to left എന്ന് പറഞ്ഞതുകൊണ്ട് d equal to -3 not this d equal to -3
d equal to -3. സ്ലോപ്പ് തന്നിട്ടുണ്ട് അല്ലേ? സ്ലോപ്പ് m equal to -2. കഴിഞ്ഞു, എല്ലാം നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി ചുമ്മാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പൊ ജനറൽ ഫോം ഈസ് y equal to m into x minus d, y equal to -2 into x minus -3, x minus -3, y equal to -2 into x plus 3, y equal to -2x, -2x minus 6, -2x minus 6, -2x becomes plus 2x plus y minus 6 plus 6 equal to 0, which is the required equation. Which is the required equation. Clear ആണോ മക്കളെ? Clear ആണോ? Okay, sir. ഇവിടെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. d equal to -3 എന്ന് വരാൻ കാരണം according to the question നന്നായി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. Intersecting the x-axis at a distance of 3 units to the left, 3 units to the left എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Please underline. Okay അല്ലേ മക്കളെ? പോവാലോ? അപ്പൊ എഴുതിക്കോളൂ. ഇന്റർസെക്ടിങ് ദ രണ്ടാമത്തെ find the equation satisfying the given conditions എന്നാണ് അല്ലേ? അപ്പൊ രണ്ടാമത്തെ എഴുതിക്കോളൂ. intersecting the y-axis at a distance of at a distance of 2 units above the origin. 2 units above the origin. 2 units above the origin. And making an angle of 30 degree. And making an angle of 30 degree. And making an angle of 30 degree with the positive direction of the x-axis. With the positive direction or direction. With the positive direction of the x-axis. Positive direction of the x-axis. Once again, intersecting the y-axis. Please underline intersecting the y-axis at a distance of 2 units above the origin, and making an angle of 30 degree with the positive direction of the x-axis എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Hasbiya, Sana Fatima, Angela Praveen C. Yes, sir. Angela. Okay, മോളെ എന്തായിരിക്കാം ഇവിടെ ജനറൽ ഫോം എന്തായിരിക്കും വരെ മോളെ? cut the y axis എന്നാ പറഞ്ഞേക്കണേ അല്ലേ? അപ്പൊ എന്തായിരിക്കും ജനറൽ ഫോർമുല? y equal to mx plus c. Very good. The general form is y equal to mx plus c. Y equal to mx plus c. Y equal to mx plus c. It is given that intersecting the y-axis at a distance of 2 units above the origin. About y equal to mx plus c. C equal to തന്നിരിക്കുന്നു. C equal to 2. Positive 2 ആണ് അല്ലേ? Above the origin. Above the origin c equal to 2. 30 degree ആണ് പറഞ്ഞിരിക്കുന്നത്. m equal to tan theta ആണ്. അപ്പോൾ m equal to tan 30 degree ആണ്. m equal to tan 30 എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. Ahmad Yasin, tan 30 equal to what is the result? Tan 1 by root 3. Very good. 1 by root 3 ആണ്. Just a substitution ലേക്ക് പോകുമ്പോൾ y equal to 1 by root 3 into x plus above the origin എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, which is the required equation. ഇത് ഇങ്ങോട്ട് ക്ലോസ് ചെയ്തപ്പോൾ y equal to x plus 2 root 3 by root 3 എന്ന് കിട്ടി. Y equal to x plus 2 root 3 by root 3 y equal to x plus 2 root 3
then your answer is root 3y minus x minus 2 root 3 equal to 0. Root 3y minus x minus 2 root 3 equal to 0, which is the required equation. Which is the required equation. Clear അല്ലേ മക്കളെ? Yes, sir. Yes. മറ്റു കുട്ടികൾ Clear ആണ് sir. Yes, sir. അധികം പറയാമോ? ഓക്കെ Okay ആണ് sir. മനസ്സിലായി? മറ്റു കുട്ടികളാണ് ചോദ്യം. മറ്റു കുട്ടികൾക്ക് പറയാം. ക്ലിയർ ആണ് സർ. എനിക്ക് മനസ്സിലായി. മറ്റു കുട്ടികൾ 1 2 3 പേര് പറഞ്ഞേ. ക്ലിയർ ആണ് സർ. ഓക്കെ സർ. ഓക്കെ ആൻസർ. ഓക്കെ. ആദിനന്ദ എംആർ, ആദിനന്ദ. യെസ് സർ. ഓക്കെ ആണ് സർ. ഹലോ. ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എഴുതിക്കോളൂ. Passing through the points -1 1, passing through the point -1 1 and 2 -4 and 2 -4. ഇത് ഹോംവർക്ക് ചെയ്താൽ മതി. കാരണം ഇത് x1 y1 ആയിട്ട് എടുക്കാം, ഇത് x2 y2 ആയിട്ട് എടുക്കാം. ചുമ്മാ ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 പോയിന്റ് ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അതിനെ ഒന്ന് ഭംഗിയാക്കിയാൽ മതി. ഇത് ഹോംവർക്ക് ആയിട്ട് എഴുതിയെടുക്കാം. പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് -1 1 and 2 -4. 2 point form ഉപയോഗിച്ചാൽ മതി. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? Yes, sir. Clear sir. Then next question എഴുതിക്കോളൂ. The vertices of triangle PQR are, the vertices of triangle PQR are, the vertices of triangle PQR are P of 2 1, P of 2 1, P of 2 1, Q of -2 3, Q of -2 3, Q of -2 3, Q of -2 3, and R of 4 5. R of 4 5. Find equation of the median. Find equation of the median through the vertex capital letter R. Through the vertex capital letter R. The vertices of triangle PQR are P of 2 1, Q of -2 3, and R of 4 5. Find the equation of the median through the vertex capital letter R. ഒരു triangle ആണ് പറയുന്നത്. It is given that PQR are the points. PQR. P is 2 1, Q -2 3, R 4 5. Here question is find the equation of the median through the vertex R. Median through the vertex R. S in the mark. Median through the vertex R. But S അവിടെ R എന്താണ് median through the vertex R എന്നാണ് പറയുന്നത്. ഈ പോയിന്റിനെ S എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കോർഡിനേറ്റ്സ് ഓഫ് എസ് കണ്ടുപിടിക്കാം. കോർഡിനേറ്റ് ഓഫ് എസ് കാണാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ക്വസ്റ്റ്യൻ തന്നെ അണ്ടർസ്റ്റുഡ് ആയിരുന്നു. ഇപ്പൊ ഫിഗറിൽ നിന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആയി. കോർഡിനേറ്റ് ഓഫ് എസ് കാണാനായിട്ട് മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്താൽ മതി. മിഡ് പോയിന്റ് ഫോർമുല നമുക്ക് പരിചിതമാണ്. x1 + x2 / 2, y1 + y2 / 2 എന്നാണ് മിഡ് പോയിന്റ് ഫോർമുല പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോവാം. ഡയഗ്രാം ഒക്കെ വരച്ചില്ലേ മക്കളെ? Yes sir. Yes, sir. Now here P of 2 1, here P of 2 1, here P of 2 1, Q of -2 3, and R of 4 5, and R of 4 5 are the vertices of triangle PQR. 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 RS is the median. RS is the median through the vertex capital letter R. RS is the median through the vertex capital letter R. Then S is midpoint of PQ. Then S is midpoint of PQ. Then S is
midpoint of PQ, coordinate of SR, coordinate of SR, coordinate of SR, x1 plus x2 by 2, x1 plus x2 by 2, y1 plus y2 by 2. Coordinate of SR, x1 plus x2 by 2, y1 plus y2 by 2. Your answer is 2 plus negative 2 by 2, 1 plus 3 by 2. 2 plus negative 2 by 2, 0 by 2, 0. 1 plus 3, 4, 4 by 2. Coordinate of S, 0, 0. Coordinate of S, 0. Midpoint formula becomes x1 plus x2 by 2, y1 plus y2 by 2. Clear? Yes, sir. Yes, sir. Yes. RS ആണ് കാണേണ്ടത്. RS ന്റെ ഇക്വേഷൻ തന്നെ ഒന്ന് ചെയ്ത് RS ന്റെ ഇക്വേഷൻ 2-point ഫോം ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഴുതാം. So equation of required median RS is equation of required median RS is 2-point form ഉപയോഗിക്കണം. ആ 2-point form എന്ന് പറയുന്നത് y minus y1 divided by x minus x1 equal to y2 minus y1 divided by x2 minus x1. ഇതാണ് 2-point form എന്ന് പറയുന്നത്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള മറ്റൊരു റിസൾട്ട് ആയിരുന്നു. y minus y1 divided by x minus x1, y2 minus y1 equal divided by x2 minus x1. Do it yourself. R എന്ന് പറയുന്ന പോയിന്റ് 4, 5 ആണ്. S 0, 2 ആണ്. x1 y1 x2 y ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. y minus y1 y minus 5 divided by x minus x1 x minus 4 x minus 4 y2 minus y1 y2 minus y1 2 minus 5 by 0 minus 4 0 minus 4 x2 minus x1 y minus 5 divided by x minus 4 equal to 2 minus y minus 3 by minus 4 y minus 5 divided by x minus 4 equal to negative cancel 3 by 4 എന്ന് കിട്ടി. ജസ്റ്റ് ക്രോസ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഭംഗിയാക്കിയാൽ മതി. അവിടെ 4, 5 0, 2 ഒക്കെ വെച്ച് നമ്മൾ 2-point ഫോമിലേക്ക് കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ ഭംഗിയാക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. യുവർ ആൻസർ ഈസ് y minus y1 by x minus x1 equal to y2 minus y1 by x2 minus x1. അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് ഇതിനെ ഭംഗിയാക്കുമ്പോൾ ഈ 4 എങ്ങോട്ട് വരുന്നു? 4 into y minus 5 4 into y minus 5 equal to 3 into x minus 4 3 into x minus 4 എന്ന് കിട്ടി. അപ്പോൾ 4y minus 20 equal to 3x minus 12 3x minus 12 എന്ന് കിട്ടി. അപ്പോൾ അതിനൊന്ന് ഭംഗിയാക്കുമ്പോൾ 4y minus 3x minus 20 plus 12 equal to 0 plus 12 equal to 0 4y minus 3x minus 8 equal to 0 which is the required equation. ഇത് x ആദ്യം എഴുതണം. പോസിറ്റീവ് ഒക്കെ ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ നെഗറ്റീവ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്താൽ ഓർ ആൻസർ അതിന് നിർബന്ധമൊന്നുമില്ല. താല്പര്യമുള്ള ആളുകൾക്ക് മൾട്ടിപ്ലൈഡ് ബൈ നെഗറ്റീവ് കൊടുത്താൽ minus 4y plus 3x plus 8 equal to 0 3x minus 4y plus 8 equal to 0. ഇവിടെ വരെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെയാണ് ലഭ്യമാകുന്നത്. 4y minus 3x minus 8 equal to 0 നെ മൾട്ടിപ്ലൈഡ് ബൈ നെഗറ്റീവ് ചെയ്യുമ്പോൾ your answer becomes 3x minus 4y plus 8 equal to 0 എന്ന് ആണ് ആൻസർ ലഭ്യമാകുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? Clear answer. പറയാം. ഒന്ന് രണ്ട് പേര് മക്കൾ പറഞ്ഞേ.
Clear answer. Anjana. Clear answer. Okay. Neeraj Niranjan. Yes, sir, clear ആണ്. മറ്റു കുട്ടികൾക്ക് പറയാമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് നീരജ്? സർ ഞാനാണ് ആദ്യം പറഞ്ഞത്. Okay, okay, okay. Then another question. എഴുതാം. P of AB is the midpoint of a line. P of AB is the midpoint of a line. P of AB is the midpoint of a line segment. P of AB is the midpoint of a line segment between axes. Line segment between axes. Show that equation of the line is x by a plus y by b equal to 2. Show that equation of the line is x by a plus y by b equal to 2. X by a plus y by b equal to 2. X by a plus y by b equal to 2. Once again, P of AB is the midpoint of a line segment between axes. Show that equation of the line is x by a plus y by b equal to 2. Figure varaykam. Line L. It is given that P of AB is the midpoint of a line segment between axes. P of AB. Here is the point A. x0, b 0y. എഴുതാം. വരച്ചോ മക്കളെ? ഡയഗ്രാം വരച്ചോ? ക്വസ്റ്റ്യനിൽ വളരെ P of AB എന്ന് പറയുന്നത് അല്ലെ? P of AB എന്ന് പറയുന്നത് വളരെ വ്യക്തമായി എഴുതാം. Let A of x0 and B of 0y. Let A of x0 and B of 0y be 2 points. Be 2 points where the line intersects x and y axis respectively. X and y axis respectively. And P of AB is midpoint of AB. Then 0 plus x by 2. Then 0 plus x by 2 equal to a midpoint formula. Equal to a. 0 plus x1 plus x2 by 2 enna veche. 0 plus x by 2 equal to a. Cross ചെയ്യാം. X equal to 2a എന്നുള്ള point. X equal to 2a. Then y plus 0 by 2 equal to b. Y equal to 2b. X equal to 2a, y equal to 2b. Now equation of required line is x intercepting കിട്ടി, y intercepting കിട്ടി ട്ടോ. X intercepting y intercepting ready ആണ്. Now equation of required line is x by 2a. X intercept 2a എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. X equal x by 2a plus y by 2b equal to 1. That is നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം?
x by a plus y by b equal to 2. Equal to 2. Correct ആണ്. x by a plus y by b equal to 2. ഒന്നെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഈ 2 ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ടൈമിലും നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ 2 കൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ എടുക്കാം ഇങ്ങോട്ട് വിളിച്ചാൽ ഇത് 2a 2b അല്ലെ, 2 കോമൺ ആണ് അല്ലെ, 1/2 കോമൺ ആണ്. അങ്ങനെ ആ രീതിയിൽ പോവാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. വേണമെങ്കിൽ ഈ ഭാഗം എടുക്കുകയാണെങ്കിൽ 1/2 കോമൺ. അപ്പൊ എക്സ് ബൈ എന്റെ ആവശ്യമൊന്നുമില്ല. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഈ 2 ഇങ്ങോട്ട് പോയപ്പോ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 2 എന്നുള്ള ആൻസർ ആണ് നിങ്ങൾക്ക് ലഭ്യമായത്. ക്ലിയർ അല്ലേ മക്കളെ? ആവണി ടി എ ക്ലിയർ ആണ്. അഭിനവ് കെ സുഭാഷ്, അഭിരാമി പി എ, ആദിനന്ദ എം ആർ, Clear, sir. ഹഫീസ് ഗുലാൽ, അഹമ്മദ് ക്ലിയർ ആണ് സാർ. അജിൽ ഷാൻ കെ സുന്ദർ, അജിത്, അൽതാഫ്, അലീന പി വി, ക്ലിയർ ആണ് സർ. ആൽവിൻ ജോർജ്, അമൽ മണികണ്ഠൻ, ക്ലിയർ ആണ് സാർ. അൻസിയ, അപർണ എം യു, അർജുൻ, ആഷിഖ് എൻ ആർ, ഡിയോൺ ഡേവിസ്, ദേവദത്ത് സി എസ്, ദൃശ്യ പ്രദീപ്, ക്ലിയർ ആണ് സർ. ഗൗരി കൃഷ്ണ, ഫൗസിയ പാത്തു, ഫാത്തിമ പി എസ്, Clear ആണ് sir. ക്ലിയർ ആണ് സർ. ലിഗ്ന പി ജെ, മെജോ ജോസഫ്, മുഹമ്മദ് ഇർഫാൻ, ക്ലിയർ ആണ് ആദിയ, നവീദ്, നവ്യ കെ ബി, ക്ലിയർ ആണ് സർ. നീരജ്, പാർവതി കെ പി, പ്രണവ് കൃഷ്ണ, രോഹിത് കൃഷ്ണ, സഫ തൻവി, സന ഫാത്തിമ, സന മോൾ, ടെറീന, വിഷ്ണുപ്രിയ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഓക്കെ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷം. ദെൻ ഹെഡിങ് എഴുതിക്കോളൂ കേട്ടോ. ഹെഡിങ് എഴുതാം. നോർമൽ ഫോം എന്ന ഹെഡിങ്. നോർമൽ ഫോം. നമുക്കൊരു മറ്റൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നോർമൽ ഫോം. നോർമൽ ഫോം. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കണം ആദ്യം. സപ്പോസ് എ നോൺ വെർട്ടിക്കൽ ലൈൻ. സപ്പോസ് എ നോൺ വെർട്ടിക്കൽ ലൈൻ. Suppose a non-vertical line is known K-N-O-W-N is known to us with the following data. Suppose a non-vertical line is known to us with the following data. A conditions ഒന്ന് എഴുതിയിട്ടുള്ളൂ. Number one. എന്നിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. Length of perpendicular bracketed normal from origin to the line. Length of perpendicular normal from origin to the line. Underline origin to the line. Length of perpendicular from origin to the line. Angle which, number 2, angle which normal makes with the positive direction of x-axis. X-axis. നമുക്ക് ഇതിന്റെ ഫിഗർ ഒന്ന് നോക്കാം. അതിന്റെ നോർമൽ ഫോം ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കാം. അതിന്റെ ഒരു ജനറൽ ഫോർമുല ഒന്ന് പഠിക്കാം. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മക്കളെ, ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ നോർമൽ ഫ്രം ഒറിജിൻ ടു ദ ലൈൻ, ആംഗിൾ വിച്ച് നോർമൽ മേക്സ് വിത്ത് ദി പോസിറ്റീവ് ഡിറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറെന്റ്
ഫിഗേഴ്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു മോഡലാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ ഒന്ന് വരച്ചു വെക്കാം, ഒരെണ്ണം വരയ്ക്കാം. എക്സ് വൈ ഡാഷ് വൈ ഡാഷ്. ദിസ് ഈസ് ഒറിജിൻ ലൈൻ എൽ. വളരെ വ്യക്തം. നമ്പർ 1, പോയിന്റ് നമ്പർ 1 ഒന്നുകൂടി റീഡ് ചെയ്യാം. ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു ദ ലൈൻ. അതിന് ഞാൻ എ എന്ന് മാർക്ക് ചെയ്തു. OAക്ക് നമുക്ക് ആ ഡിസ്റ്റൻസിന് ഞാൻ പി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു ആംഗിള് ഫോം ചെയ്തു, അതിനെ ഒമേഗ എന്ന് വിളിക്കുന്നു. പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒമേഗ. ആംഗിളിനെ ഒമേഗ എന്ന് വിളിക്കാണ് ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ്. അപ്പോ OA is the distance P, omega is the angle which normal makes with the positive direction of x-axis എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോർമൽ ഫോം എന്താണെന്ന് അതിന്റെ ഒരു ഫോർമുല പ്രകാരം ഒന്ന് എഴുതാം. നമുക്ക് ആ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. പിന്നെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അല്ലെ. കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ പെർപെൻഡിക്കുലർ ആണ് അല്ലെ ലൈൻ. നോക്കൂ, OA എന്ന് പറയുന്നത് എന്താണ്? ആ പോയിന്റ് നമ്പർ 1 ആണ്. ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു ദ ലൈൻ ആണ്. ഒമേഗ ആംഗിൾ വിച്ച് നോർമൽ മേക്സ് വിത്ത് ദി പോസിറ്റീവ് ഡിറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പൊ നോർമൽ ഫോം എഴുതിക്കോളൂ. ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹാവിംഗ് the equation of a line having normal distance P from the origin. The equation of the line having normal distance P from the origin, and angle omega, which the normal makes with the positive direction of x-axis, is given by x cos omega plus y sin omega equal to p. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ജനറൽ ഫോർമുല. നോർമൽ ഫോം എന്ന് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഫോർമുലയാണ് x cos omega plus y sin omega equal to p. Once again, normal form becomes x cos omega plus y sin omega equal to p. അപ്പോൾ ഒരു 3 പ്രാവശ്യം എല്ലാ കുട്ടികളും ഒന്ന് ഈ നോർമൽ ഫോം ഒന്ന് എഴുതിയെടുക്കുക. x cos omega plus y sin omega equal to p എന്നുള്ള സംഭവം ഒന്ന് എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക, എഴുതി പഠിക്കുക. നോർമൽ ഫോം x cos omega plus y sin omega equal to p. സന എഴുതി കഴിഞ്ഞോ മോളെ? സന ശ്രദ്ധിക്കാം മക്കളെ. കഴിഞ്ഞില്ലേ? മുഹമ്മദ് യാസിൻ കഴിഞ്ഞു. ഓക്കെ, എഴുതിക്കോ മക്കളെ. ഒരു നോട്ടായിട്ട് എഴുതിക്കോ മക്കളെ. ഒരു നോട്ടായിട്ട് എഴുതിച്ചോ. ഒരു നോട്ടായിട്ട് ഒരു റിസൾട്ട് എപ്പോ ചോദിച്ചാലും കിട്ടാവുന്ന ഒരു റിസൾട്ട് വേണം. നോട്ട് എഴുതിയിട്ട് എഴുതിക്കോളൂ. cos 15 ഡിഗ്രി എന്ന് പറയുന്നത് √3+1/2 √2 ആണ് കേട്ടോ. √3+1/2 √2 ആണ്. sin 15 ഡിഗ്രി എന്ന് പറയുന്നത് √3 - 1/2 √2 ആണ്. cos 15 എന്ന് പറയുന്നത് √3+1/2 √2, sin 15 എന്ന് പറയുന്നത് √3 - 1/2 √2. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ? അറിയേണ്ട ഒരു ചെറിയ വ്യത്യാസം. cos വരുമ്പോ main sign is always positive and here is minus. അപ്പോൾ cos 15 sin 15 ഒന്ന് എഴുതി പഠിച്ചോളൂ. വീണ്ടും ഒരു 2 times എഴുതി പഠിക്കുക. റിയലി സോറി. cos 15 equal to be fast. cos 15 equal to √3+1/2 √2, sin 15 equal to √3 - 1/2 √2 2 times. വേഗത്തിൽ എഴുതിക്കോളൂ. എഴുതിയില്ലേ മോളെ? അഞ്ജല, പ്രവീൺ, സി. Yes, sir. Okay, good. Sana, Fatima, Gauri Krishna, Navya KB. sir. Okay. എഴുതിയോ മോളെ? എഴുതി കഴിഞ്ഞ മോളെ? നവ്യ എഴുതി കഴിഞ്ഞു.
ഇതറിയാമായിരുന്നോ മോൾക്ക്? ഇതിന്റെ റിസൾട്ട് ഒക്കെ കോസ് 15 സൈൻ 15 ഒക്കെ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല, പഠിക്കണം കേട്ടാ. ഇനി അവസാനം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, പിന്നൊരു നോട്ടൊക്കെ തരും പരീക്ഷയ്ക്ക്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു PDF ഒക്കെ അയച്ചു തരാം. അത് എന്ത് പിടിക്കരുത്, കാരണം അത് അവസാന നിമിഷം നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. എന്നിട്ട് എക്സാമിനേഷന്റെ ആ സമയമാണ് പരീക്ഷയ്ക്ക് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കണം. ടൈം ടേബിൾ ഒക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കണം. കാരണം മാത്തമാറ്റിക്സിന്റെ ആ ഡേറ്റ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ബയോളജി കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ മാത്തമാറ്റിക്സ് ഇപ്പൊ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആ പരീക്ഷയുടെ തലേ ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. എക്സാമിനേഷന്റെ ടൈം ടേബിൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്തു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റെഡി അല്ലേ നീരജ്? അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ തയ്യാറല്ലേ നീരജ്? Aman Manikandan, are you ready? Yes, sir. Yes. Find the equation of the line. Find the equation of the line whose perpendicular distance from the origin is 4 units. Find the equation of the line whose perpendicular distance underline. Perpendicular distance from the origin is 4 units. From the origin is 4 units. And the angle which the normal makes. And the angle which the normal makes with the positive direction of x-axis. With the positive direction of x-axis is 15 degree. X-axis is 15 degree. Once again, find the equation of the line whose perpendicular distance from the origin is 4 units. And the angle which the normal makes with the positive direction of x-axis is 15 degree. 15 degree. Figure ഒന്ന് വരയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ. Find the equation of the line whose perpendicular distance from the origin is 4 units. And the origin is 4 units. OA. Origin is 4 units. And the angle which the normal makes with the positive direction of x-axis is 15 degree. 15 degree. വളരെ വ്യക്തം. 15. നമുക്കറിയാവുന്ന ജനറൽ ഫോർമുല എന്ന് പറയുന്നത് നോർമൽ ഫോം എന്താണ്? നോർമൽ ഫോം ഒന്ന് എന്താണ്? നോർമൽ ഫോം ഒന്ന് പറഞ്ഞേ. ആരാ പറയാം? നോർമൽ ഫോം ആരാ പറയാം? ആവണി ടിയെ. X cos omega plus y sin omega is equal to P. Very good. X cos omega plus y sin omega equal to P. ഒരു സൈഡിൽ ഒരു വരയൊക്കെ വരച്ച് നമുക്ക് P എന്താണെന്നൊക്കെ എഴുതാം. P equal to എന്താണ് റോസിയോ തോമസ്? P equal to 4. Omega equal to Terina. Omega equal to Terina. Ahmad Yasin. Omega equal to 15 degree. Omega equal to 15 degree. Is it correct? X cos 15 degree plus y sin 15 degree equal to 4. കണ്ടാ? നമുക്ക് ഇവിടെയാണ് ആ cos 15ന്റെയും sin 15ന്റെയും റീഡിങ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ x into cos 15 √3 plus 1 by 2 √2 plus y into √3 minus 1 by 2 √2 equal to 4. Denominator 2 √2 common ആണ്. അപ്പൊ അങ്ങോട്ട് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകും. Your final answer is √3 plus 1 into x plus √3 minus 1 into y equal to 8 √2. ഇനി വേണമെങ്കിൽ ഇത് വീണ്ടും ഭംഗിയാക്കാം. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇവിടെ ഡിവൈഡ് ബൈ 2 √2 കോമൺ ആണ്. അപ്പൊ 2 √2 ആണ് 4ന്റെ അവിടേക്ക് ക്രോസ് ആയി പോയിരിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? Clear ആണ് sir. Yes. Which is the required equation? Which is the required equation? Which is the required equation? Which is the required equation?
which is the required equation. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റെഡി? റെഡി. ഓക്കെ, എന്നാ പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യനിൽ പോകുമ്പോ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് കൂടി പഠിപ്പിക്കുന്നുണ്ട്. ആ ഷോർട്ട് കട്ട് മനസ്സിനകത്ത് എപ്പോഴും നിക്ഷേപിച്ച് വെച്ചേക്കാം. പിന്നെ വീണ്ടും വീണ്ടും കുറെ ഫോർമുലാസ് പഠിക്കണ്ട. ആ ഷോർട്ട് കട്ട് ടിപ്പ് ഒന്ന് മനസ്സിലാക്കിയ 1-2 ഫോർമുലകളിൽ നിന്ന് ഒരു താൽക്കാലിക മോചനം കിട്ടും. ഇപ്പൊ എഴുതുക. ശ്രദ്ധിക്കാം. റെഡ്യൂസ് ദ ഇക്വേഷൻ root 3x plus y minus 8 equal to 0. Reduce the equation root 3x plus y minus 8 equal to 0 into normal form. Root 3x plus y minus 8 equal to 0 into normal form. Find the values of p and omega. നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യവും ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഇത് തന്നെ അളവ് പോലും മാറ്റമില്ലാതെ വന്ന ഒരു ചോദ്യമാണ്. റെഡ്യൂസ് ദ ഇക്വേഷൻ root 3x plus y minus 8 equal to 0 into normal form. Find the values of p and omega എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. Given equation is root 3x plus y minus 8 equal to 0. That is root 3x plus y equal to 8. നമുക്കറിയാവുന്ന നോർമൽ ഫോം. എപ്പോഴും എക്സാമിനേഷന് ജനറൽ ഫോർമുല നിർബന്ധമായും എഴുതണം. കാരണം സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾക്ക് ഫോർമുലയ്ക്കൊക്കെ മാർക്കുണ്ട്. x cos omega plus y sin omega equal to p ആണ് നമ്മളുടെ നോർമൽ ഫോം എന്ന് പറയുന്നത്. x cos omega plus y sin omega equal to p എന്നാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിനായിട്ട് നമുക്കൊരു എളുപ്പ വഴി നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് p യുടെയും ഒമേഗയുടെയും വാല്യൂ ലഭ്യമാകുന്നതിന് വേണ്ടി ഒരു ഷോർട്ട് കട്ട് റിസൾട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. റൂട്ട് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് റൂട്ട് 3 ആണ്. റൂട്ട് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈയുടെ കോഎഫിഷ്യന്റ് അണ്ടർസ്റ്റുഡ് ആണ് 1 ആണ്. 1 സ്ക്വയർ. അപ്പൊ റൂട്ട് 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 plus 1. റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. root of root 3 whole square plus 1 square. root 3 യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആണ്. 3 plus 1 root 4 2 ആണ്. അത് എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് റിസൾട്ട് ആണ്. root of coefficient of x whole square plus coefficient of y whole square. അപ്പോൾ root 3 whole square എന്ന് പറയുന്നത് 3 plus 1 root 4 equal to 2 എന്നാണ് ലഭ്യമാകുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ലഭ്യമായ ഈ ആൻസർ ഉണ്ട് ഈ 2 ആ 2 കൊണ്ട് ഈ ഇക്വേഷനെ മൊത്തത്തിൽ അങ്ങ് ഡിവിഷൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ x into root 3/2 plus y into 1/2 equal to 8/2 4 എന്ന് കിട്ടി. അപ്പോൾ ഈ റിസൾട്ടുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. x cos 30 ഡിഗ്രി അല്ലേ, cos 30 cos omega cos 30 ഡിഗ്രി എന്താ cos 30 root 3/2 പ്ലസ് കണ്ട y ഇനി ഓട്ടോമാറ്റിക്കലി അത് തന്നെ സംഭവിക്കുള്ളൂ. y sin 30 ഡിഗ്രി sin 30 1/2 sin 30 ഇവിടെ 30 കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ അതേ റീഡിംഗ് ആണ് വരിക. 60 ഒന്നും ഒരിക്കലും വരത്തില്ല. അപ്പൊ ഇവിടെ 30 x cos 30 ഡിഗ്രി പ്ലസ് y sin 30 ഡിഗ്രി ഈക്വൽ ടു 4. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആൻസർ ലഭ്യമായിരിക്കുന്നു. p യുടെ പൊസിഷനിൽ വന്ന് കിടക്കുന്ന 4 ആണ്. ഒമേഗയുടെ പൊസിഷനിൽ വന്ന് കിടക്കുന്ന 15 ഡിഗ്രിയാണ്. ഇതാണ് നമ്മളോട് ഇവരെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. once again listen, here is root 3x plus 1 y minus 8 equal to 0. root 3x plus y equal to 8. നമ്മൾ ഉപയോഗിച്ച ഷോർട്ട് കട്ട് മാനദണ്ഡം ഇതാണ്. ആ ഷോർട്ട് കട്ട് root of, don't forget, root of coefficient of x whole square plus coefficient of y whole square.
root of root 3 whole square becomes 3 plus 1 root 4 equal to 2. ആ ലഭ്യമായ 2വിനെ നമ്മൾ ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ നമ്പർ 1നെ മൊത്തത്തിൽ അങ്ങ് ഡിവിഷൻ ചെയ്യാം. അപ്പോൾ x into root 3 by 2 plus y into 1 by 2 equal to 8 by 2 4 എന്ന് കിട്ടി. To compare the general form, x into cos omega here, x into cos 30 degree plus y. omega 30 degree le vara. പറയൂ. omega 30 degree le vara. Omega equal to 30 degree. Omega equal to 30 degree. X cos 30 degree plus y sin 30 degree equal to 4. P equal to 4. Omega equal to 30 degree. Omega equal to 30 degree. Correct ആണ്. അപ്പോൾ x cos 30 degree plus y sin 30 degree equal to 4. P equal to 4. Omega equal to 30 degree. Clear അല്ലേ മക്കളെ? Yes sir. Yes sir. Yes, sir. Yes, sir. Okay, very good. Then next ഹെഡിങ്ങിലേക്ക് പ്രവേശിക്കാം. എഴുതി കഴിഞ്ഞില്ലേ? എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? Yes sir. ഹെഡിങ് എഴുതിക്കോളൂ മക്കളെ. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. General equation of a line. 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 And form ഇതാണ് ax plus by plus c equal to 0. General equation of a line ax plus by plus c equal to 0. ax plus by ax plus by plus c equal to 0. ax plus by plus c equal to 0. അതിന്റെ സ്ലോപ്പ് കാണാനുള്ള ഒരു ഫോർമുല ഒന്ന് എഴുതിക്കൊള്ളു. ഇത് ax plus y ax plus by plus c equal to 0. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും minus a by b ആയിരിക്കും കേട്ടോ. സ്ലോപ്പ് equal to minus coefficient of x minus coefficient of x by coefficient of y. Slope equal to minus a by b. ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് minus a by b ആയിരിക്കും. ഒരു 2 times ഒന്ന് എഴുതി. minus a by b. സ്ലോപ്പ് എന്ന് പറയുന്നത് minus a by b ആയിരിക്കും. minus a by b ആയിരിക്കും. അപ്പോൾ ഇനി ഒരു ഹെഡിങ് എഴുതിക്കോളൂ. Different forms of ax plus by plus c equal to 0. Different forms of ax plus by plus c equal to 0. Slope intercept form. Slope intercept form. Slope ഒന്നാമത്തെ കേട്ടോ. Slope intercept form. Slope intercept form. Slope intercept form. Slope intercept ഫോമിലേക്ക് മാറ്റാണ് അതിനെ. ax plus by plus c equal to 0. y equal to mx plus c യുടെ ഫോർമാറ്റിലേക്ക് മാറ്റാം. അപ്പൊ by equal to minus ax minus y equal to minus a by b into x plus c എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ plus minus c by b എന്ന് plus minus c by b. y equal to mx plus c. അവിടെ മൈനസ് സി ആയതുകൊണ്ട് പ്ലസ് മൈനസ് സി ബൈ ബി. അപ്പൊ m ഈക്വൽ ടു ഇവിടെ വരുന്നത് m ഈക്വൽ ടു മൈനസ് എ ബൈ ബി എന്നും c ഈക്വൽ ടു മൈനസ് സി ബൈ ബി എന്നുമാണ്. c ഈക്വൽ ടു മൈനസ് സി ബൈ ബി എന്നുമാണ് വരുന്നത്. അപ്പൊ y ഈക്വൽ ടു mx പ്ലസ് c, m ഈക്വൽ ടു മൈനസ് എ ബൈ ബി എന്നും c ഈക്വൽ ആണ് മൈനസ് സി ബൈ ബി. ഇതൊന്ന് എഴുതി വെക്കണം, പഠിക്കണം. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ മക്കളെ? Yes sir. Yes, sir. Yes sir. ഓക്കെ, അടുത്തത് ഇന്റർസെപ്റ്റ് ഫോം.
ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയും. ഇന്റർസെപ്റ്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ x/a പ്ലസ് y/b ഈക്വൽ ടു 1 ഈ ഫോമാറ്റിലേക്ക് മാറ്റും. അപ്പൊ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0, ax പ്ലസ് by ഈക്വൽ ടു മൈനസ് c ഈക്വൽ ടു മൈനസ് c. അപ്പൊ മൈനസ് c കൊണ്ട് മൊത്തത്തിൽ ഡിവിഷൻ ചെയ്താൽ ax ബൈ മൈനസ് c പ്ലസ് by by minus c equal to minus c by minus c1, x by എങ്ങനെ എഴുതാം, x by minus c by a അടിയിലേക്കാണ് അല്ലെ, x by minus c by a plus y by എന്തെങ്കിലും plus y by minus c by b equal to 1. അപ്പോൾ x ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ അറിയേണ്ട കാര്യം x ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് മൈനസ് സി ബൈ എയും y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് മൈനസ് സി ബൈ ബിയുമായി. അതായത് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് x ബൈ എ പ്ലസ് y ബൈ ബി ഈക്വൽ ടു 1 ആണ്. ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0, ax പ്ലസ് by ഈക്വൽ ടു മൈനസ് c ഡിവൈഡഡ് ബൈ മൈനസ് c, ax ബൈ മൈനസ് c പ്ലസ് by ബൈ മൈനസ് c ഈക്വൽ ടു 1. ഇതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, x ഡിവൈഡ് ബൈ മൈനസ് സി ബൈ എ, ഇതിലല്ലേ എ മുകളിലേക്ക് എത്തുള്ളൂ ബി മുകളിലേക്ക് എത്തുള്ളൂ. അപ്പൊ x ബൈ മൈനസ് സി ബൈ എ പ്ലസ് y ബൈ മൈനസ് സി ബൈ ബി ഈക്വൽ ടു 1. Here is x intercept equal to minus c by a, y intercept equal to minus c by b. x interceptum y interceptum ഉള്ള ഒരു ഫോർമുലയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എഴുതിക്കോളൂ, പ്രോബ്ലം എഴുതിക്കോളൂ. Equation of the line, equation of a line is 3x minus 4y, 3x minus 4y plus 10 equal to 0. Equation of a line is 3x minus 4y plus 10 equal to 0. Find its number one slope. Find its number one slope. Find its number one slope. Number two, x and y intercepts. Number two, x and y intercepts. Find its number one slope. Number two, x and y intercepts. X and y intercepts. X and y intercepts എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് നിഷ്പ്രയാസം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ജനറൽ ഫോർമുല ഒന്ന് കമ്പയർ ചെയ്യാം ഇതുമായിട്ട്. ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. അപ്പോൾ ഇവിടെ a ഈക്വൽ ടു 3 ആണ്, b ഈക്വൽ ടു -4 ആണ്, c ഈക്വൽ ടു 10 എന്നാണ് കിട്ടിയിരിക്കുന്നത്. സ്ലോപ്പ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, മൈനസ് a ബൈ ബി എന്നാണ്. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് a ബൈ ബി, മൈനസ് 3 ബൈ ബിയുടെ പ്ലേസിൽ -4 ആണ്. സ്ലോപ്പ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടി. സ്ലോപ്പ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടി. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? Okay. മറ്റു കുട്ടികൾ Clear, sir. Yes, sir. Very good. Slope equal to 3/4 is very important question. Slope equal to minus a by b. ഒരു കാരണവശാലും ഇത് മറന്നു പോകരുത്. Slope equal to minus a by b. Slope equal to minus a by b. അപ്പോൾ minus a by b minus 3/4
equal to minus 3 by minus 4 equal to 3 by 4 എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് അവർ ചോദിച്ചിരിക്കുന്നത് x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ x ഇന്റർസെപ്റ്റ് നമുക്ക് എഴുതാം. x ഇന്റർസെപ്റ്റ് ഈക്വൽ ടു അതിനൊരു ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എഴുതി. ജനറൽ ഫോർമുല പറയുന്ന x ഇന്റർസെപ്റ്റ് ഈക്വൽ ടു മൈനസ് c ബൈ a എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൈനസ് c ബൈ a becomes x intercept equal to minus c by a minus 10 by 3. കണ്ട പെട്ടെന്ന് കിട്ടി നമുക്ക് minus 10 by 3 എന്ന് കിട്ടി. Here is c equal to 10, a equal to 3 ആണ്. y intercept നമ്മളോട് ചോദിച്ചിരിക്കുന്നുണ്ട്. y intercept കാണുവാനുള്ള ഫോർമുല minus c by b എന്നാണ് പറയുന്നത്. minus c by b, then minus 10 by b minus 4. നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആയി കഴിഞ്ഞു അല്ലേ? 10 by 4 റെഡ്യൂസ് ചെയ്യുമ്പോൾ 5 by 2 എന്നാണ് കിട്ടുന്നത്. അപ്പൊ x ഇന്റർസെപ്റ്റ് ഈക്വൽ ടു minus 10 by 3, y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 5 by 2 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവുക. ഈ ഫോർമുലയും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാവുക. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ് സർ. Clear, sir. Okay. Okay. Then next question ലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹെഡിങ് എഴുതിക്കോ കേട്ടോ. ഹെഡിങ് അങ്ങ് എഴുതി വെച്ചോളൂ. Distance between two parallel lines. Heading എഴുതാ. Distance between two parallel lines. Distance between two parallel lines. X-axis, y-axis, distance between two parallel lines. Figure ഒന്ന് വരയ്ക്കണം. Distance between two parallel lines. Distance between two parallel lines. ഇതാണ് D എന്ന് പറയുന്നത്. Y equal to mx plus c1. Y equal to mx plus c1. Y equal to mx plus c2. y equal to mx plus c2. അപ്പോൾ ഡിസ്റ്റൻസ് കാണുവാനുള്ള ഫോർമുല മാത്രം ഒന്ന് പഠിച്ചാൽ മതി. മോഡുലസ് c1 - c2 divided by root of a square plus b square. a square plus b square. d equal to മോഡുലസ് c1 - c2. മോഡുലസ് വരുന്നത് പോസിറ്റീവ് റീഡിംഗ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. d equal to modulus c1 - c2 divided by root of a square plus b square ആണ്. Distance between two parallel lines. Parallel lines underline ചെയ്യട്ടെ. കോൺസ്റ്റന്റിൽ മാത്രമേ അവിടെ ചേഞ്ചസ് സംഭവിച്ചിട്ടുള്ളൂ. Two parallel lines formula is modulus c1 - c2 divided by root of a square plus b square. ഒരു 3 times വേഗത്തിൽ അതിവേഗത്തിൽ എഴുതിയെടുക്കാൻ t equal to modulus c1 - c2 divided by root of a square plus b square. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ആ ഫോർമുല ഒരു 3 times എഴുതി പഠിക്കും. എഴുതിയോ മക്കളെ? എഴുതിയോ അമൽ മണികണ്ഠൻ? യെസ് സർ. എഴുതി കഴിഞ്ഞു. 3 times എഴുതി കഴിഞ്ഞു. യെസ് സർ. എഴുതാം. പ്രോബ്ലത്തിലേക്ക് പ്രവേശിക്കാം. Find the distance between the parallel lines. Find the distance between the parallel lines 3x minus 4y plus 7 equal to 0. 3x minus 4y. 3x minus 4y plus 7 equal to 0. Find the distance between the parallel lines 3x minus 4y plus 7 equal to 0 and 3x minus 4y plus 5 equal to 0. കണ്ട parallel lines ആവുമ്പോൾ കോൺസ്റ്റന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആയി. എയും ബി ഒക്കെ സെയിം ആയി. അപ്പൊ ഇവിടെ c1 എന്ന് പറയുന്നത് 7 ആണ്. c2 എന്ന് പറയുന്നത് 5 ആണ്. C1 equal to 7, C2 equal to 5, A equal to 3 ആണ്, B equal to -4. അപ്പോൾ ഡിസ്റ്റൻസ് ഇന്റെ ഫോർമുല എഴുതി. മോഡുലസ് C1 - C2 divided by root of A square plus B square. Then your answer is C1 - C2, 7 - 5 divided by root of
3 square plus minus the 4 whole square. Then your answer is 2 divided by root of 25. 9 plus 6, 20. 2 by root 25 in the getting. 5 root 25 5. Your answer is 2 by 5. 2 by 5 in the getting. 2 by 5 is the final answer. Clear? Clear, sir. Okay. Okay, clear? Okay, Clear. sir. Okay, sir. Okay, sir. Okay, 2 by 5 in the getting. Machote. Yes, sir. Yes. Heading heading. Distance of a point from a line. Distance of a point. Distance of a point from a line. From a line. Distance of a point from a line. Distance of a point. Distance of a point from a line. Figure on the paragram. So Y. This is origin. Line L. P of x1, y1. P of x1, y1. P of x1, y1. Line L എന്ന് പേരിട്ടു കേട്ടോ. ഇവിടെ ഒരു ഡിസ്റ്റൻസ് d. Distance of a point from a line എന്നാണ് പറയുന്നത്. ഈ ലൈനിന്റെ പേര് എന്ന് പറയുന്നത് ax plus by plus c equal to 0 എന്നാണ് കേട്ടോ. ലൈൻ പേടിക്കോളൂ. The distance of a point from a line is the distance of a point. The distance of a point from a line. The distance of a point from a line is the length of the perpendicular. Is the length of the perpendicular. Is the length of the perpendicular drawn from the point to the line. Drawn from the point to the line. To the line. Let ax plus by plus c equal to 0. Let L such that x plus by plus c equal to 0 be a line. Whose distance from the point P of x1 y1 is d. P of x1 y1 is d. P of x1 y1 is d. Find the formula പറയുന്നതാണ്. Thus നമുക്ക് ഈ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. Thus the perpendicular distance d. Thus the perpendicular distance d of a line. Thus the perpendicular distance d of a line ax plus by plus c equal to 0. Ax plus by plus c equal to 0. From a point x1 y1. From a point x1 y1 is given by d equal to ax1 plus by1 plus c by root of a square plus b square. Problem ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ പറയുമ്പോൾ ഉപയോഗിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് d equal to modulus ax1 plus by1 plus c divided by root of a square plus b square എന്നുള്ളത് ഒരു 3 times എഴുതി പഠിക്കുക. is very important formula. എഴുതി പഠിക്കുക. Okay, നവ്യ. sir. ശ്രദ്ധിക്കാം. ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. റെഡി അല്ലേ മക്കളെ? പ്രോബ്ലം പിടിച്ചോ. Find the distance of the point 3 negative 5. Find the distance of the point 3 negative 5.
Find the distance of the point 3, -5. From the line 3x minus 4y minus 26 equal to 0. Find the distance of the point 3, -5. From the line 3x minus 4y minus 26 equal to 0. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമാണ് a equal to 3 ആണ്, b equal to -4 ആണ്, c equal to -26 ആണ്, x1 equal to 3 ആണ്, y1 equal to -5 ആണ്. Just a substitution. Let d equal to formula is modulus ax1 plus by1 plus c divided by root of a square plus b square. Then your answer is ax1 3 into 3 plus b -4 into -5 plus c plus -26 plus -26 plus -26 divided by root of 3 square plus -4 whole square. Then your answer is 9 minus 9 plus 20 negative positive 9 plus 20 minus 26 divided by root of 9 plus 16. Then d equal to answer is 29 minus 26 3. 29 minus 26 3 by 5. Distance equal to 3 by 5 is the correct answer. Clear alle makkale? Clear, sir. Yes, sir. Okay, മറ്റു കുട്ടികൾക്കും കൂടി പറയാം കേട്ടോ. ഡിസ്റ്റൻസ് ഈക്വൽ ടു 3 by 5 എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചു. ആദ്യം തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്നത് സ്ലോപ്പ് ആണ് അല്ലെ. സ്ലോപ്പ് കാണുവാനുള്ള ഫോർമുല നമുക്കറിയാം. സ്ലോപ്പ് m equal to tan theta എന്ന് നമ്മൾ അവകാശപ്പെട്ടു. അതിനുശേഷം സ്ലോപ്പ് n equal to y2 minus y1 divided by x2 minus x1 എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സ്ലോപ്പ് എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ. സ്ലോപ്പ് ഈക്വൽ ടു എല്ലാവരും പറഞ്ഞേ m equal to എന്താണ്? y2 minus y1 by x2 minus x1. ഓക്കെ, മറ്റു കുട്ടികൾക്കും പറയാം. മറ്റു കുട്ടികൾ y2 minus y1 by x2 minus x2 minus x1. ഓക്കെ, എല്ലാവരും പറയുമ്പോൾ പറയണം കേട്ടോ. സ്ലോപ്പ് ഇനി പോയിന്റ് സ്ലോപ്പ് ഫോം 1 പോയിന്റ് ഫോം പഠിച്ചു അല്ലെ. 1 പോയിന്റ് ഫോം എന്ന് പറയുന്നത് y minus y naught equal to m into x minus x naught. ഒന്ന് രണ്ട് പേർക്ക് പറയാം. y minus y naught equal to m into x minus x naught 1 പോയിന്റ് ഫോം ആണ് അല്ലെ. 1 പോയിന്റ് ഫോം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ടായി. ഓക്കെ അല്ലെ? ഒന്ന് രണ്ട് പേര് പറഞ്ഞോളൂ. y minus y naught is equal to m into x minus x. Good. y minus y naught equal to m into x minus x naught. ഇനി വളരെ വേണ്ടപ്പെട്ട മറ്റൊരു റിസൾട്ട് ആണ് നമ്മൾ കൈകാര്യം ചെയ്തത്. 2 പോയിന്റ് ഫോം ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. 2 പോയിന്റ് ഫോം y minus y1 divided by x minus x1 equal to y2 minus y1 divided by x2 minus x1 എന്നാണ് നമ്മൾ 2 പോയിന്റ് ഫോം നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ അതും ഒന്ന് രണ്ട് പേർക്ക് പറയാം. പറഞ്ഞോളൂ മക്കളെ. y minus y1 by y1 by y1 by x2 minus x1. ഇനി നമ്മൾ പഠിച്ചത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമില് രണ്ട് റിസൾട്ട് നമ്മൾ പഠിച്ചു. y ആക്സിസ് ആണെങ്കിൽ y ഈക്വൽ ടു mx പ്ലസ് c എന്നും, എക്സിലാണെങ്കിൽ y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ഡി എന്ന് നമ്മൾ പഠിക്കേണ്ടായി. അതിനുശേഷം നമ്മൾ കൈകാര്യം ചെയ്തത് ഇന്റർസെപ്റ്റ് ഫോമാണ്. ഇന്റർസെപ്റ്റ് ഫോമിൽ നമ്മൾ പഠിച്ചു x by a plus y by b equal to 1 എന്നുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞ് കൈകാര്യം ചെയ്തത്. പറയാം നിങ്ങൾക്ക് ഇന്റർസെപ്റ്റ് ഫോം. പറഞ്ഞോളൂ ഇന്റർസെപ്റ്റ് ഫോം പറയൂ. x by a plus y by b plus y by b is equal to 1. Okay, very good. ഇന്റർസെപ്റ്റ് ഫോം. അതിനുശേഷം നമ്മൾ നോർമൽ ഫോം ആണ് പരിചയപ്പെട്ടത്. നോർമൽ ഫോം എന്ന് പറയുന്നത് x cos ഒമേഗ പ്ലസ് y sin ഒമേഗ ഈക്വൽ ടു p. x cos ഒമേഗ പ്ലസ് y sin ഒമേഗ ഈക്വൽ ടു p എന്ന് പറഞ്ഞ് നോർമൽ ഫോമിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിനുശേഷം ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ax plus by plus c equal to 0 എന്ന് പറഞ്ഞു. ax plus by plus c equal to 0 എന്ന് പറഞ്ഞു. Once again, a general form equation of a line is very important.
പറഞ്ഞോളൂ, എന്താണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ? പറയൂ. ax plus by plus by plus c is equal to 0. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ജനറൽ ഇക്വേഷൻ പറയുന്നത്. അപ്പോ അതിൽ സ്ലോപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് എ ബൈ ബി. എന്താണ് മക്കളെ സ്ലോപ്പ്? എന്താണ്? Minus a by b. ഓക്കെ. ഇനി ഡിസ്റ്റൻസ്, ടു പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് പറയും. ടു പാരലൽ ലൈൻസ് അല്ലെ, ടു പാരലൽ ലൈൻസ്. അപ്പൊ പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two parallel lines d equal to modulus c1 minus c2. Modulus c1 minus c2 divided by root of a square plus b square. അതുപോലെ തന്നെ distance between a point, distance of a point from the line, distance of a point from a line, point from a line പഠിച്ചു. distance equal to modulus ax1 plus by1 plus c divided by root of a square plus b square എന്ന് പഠിച്ചു. അതുപോലെ ax plus by plus c equal to 0 യിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് എ ബൈ ബി ആണെന്ന് പറഞ്ഞു. അതുപോലെ എക്സ് ഇന്റർസെപ്റ്റ് എന്താണ് പഠിച്ചത്? പറഞ്ഞേ, എക്സ് ഇന്റർസെപ്റ്റ് ഒന്ന് പറയാമോ? എക്സ് ഇന്റർസെപ്റ്റ് minus c by a. വെരി ഗുഡ്. വൈ ഇന്റർസെപ്റ്റ് ഒന്ന് പറയാമോ? വൈ ഇന്റർസെപ്റ്റ് minus c by b. മൈനസ് സി ബൈ ബി. ഇത്രയും റിസൾട്ട്സുകളും ഇത്രയും പ്രോബ്ലംസും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് പഠിക്കണം. അതിലുപരിയായിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക് തരികയാണ്, നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. കോണിക് സെക്ഷനില് പാരാബോളയും എലിപ്സും നന്നായിട്ട് പഠിക്കണം കേട്ടോ. എലിപ്സും പാരാബോളയും നന്നായിട്ട് പഠിക്കുക. കോണിക് സെക്ഷനില് മാത്തമാറ്റിക്കൽ റീസണിങ്ങില് എഴുതിയെടുക്കണം. കോണിക് സെക്ഷൻ പഠിക്കേണ്ടത് പരാബോള നന്നായിട്ട് പഠിക്കുക, അതുപോലെ എലിപ്സ് നന്നായിട്ട് പഠിക്കണം. അടുത്ത ക്ലാസ് ആവുമ്പോഴേക്കും റെഡി ആയിരിക്കണം. നാളെ വൈകുന്നേരം മാത്സ് ഉണ്ട്, അപ്പോഴേക്കും നിങ്ങൾ പഠിച്ച് ഉഷാറായിട്ടിരിക്കണം. അതിനുശേഷം മാത്തമാറ്റിക്കൽ റീസണിങ്ങില് നെഗേഷനും കോൺട്രാ പോസിറ്റീവും കോൺവേഴ്സും നന്നായി പഠിച്ചു വെച്ചിരിക്കണം. നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സും കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സും പഠിച്ചിരിക്കണം. അടുത്ത് പഠിക്കേണ്ടത് ഇത്രയും ഒന്ന് നന്നായിട്ട് നോക്കാം. അതുപോലെ ട്രിഗണോമെട്രിയിലെ 3.3 ഒന്ന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. 3.3 ആൻഡ് 3.4 ട്രിഗണോമെട്രി നന്നായി പഠിക്കാം. അപ്പൊ 3 ചാപ്റ്റർ ആണ് ഞാൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഒന്ന് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ എക്സസൈസ് 3.3 ആൻഡ് എക്സസൈസ് 3.4, കോണിക് സെക്ഷൻ, പരാബോള, എലിപ്സ് ആൻഡ് മാത്തമാറ്റിക്കൽ റീസണിംഗ്, നെഗേഷൻ, കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്. കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സിനും നെഗേഷനിലും ക്വസ്റ്റ്യൻ 100% നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ മാർക്കാണ് നിങ്ങൾക്ക്. എക്സസൈസ് 3.3, എക്സസൈസ് 3.4, പരാബോള, എലിപ്സ്, കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്, നെഗേഷൻ 100% ഷുവർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ. അപ്പോ നാളെ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ക്ലാസ് ആയിരിക്കും. രാവിലെ വരുന്നത് കെമിസ്ട്രിയുടെ ക്ലാസ്സും വൈകുന്നേരം മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. നാളെ 7 മണി മുതൽ 9 മണി വരെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. രാവിലെ 6:30 ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോ ഓക്കെ, താങ്ക് യു. Thank you, sir.